തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വ്യാജ വായ്പയെടുത്തെന്ന് കർഷകന്റെ ആക്ഷേപം. താനറിയാതെ 14 ലക്ഷം രൂപയുടെ വ്യവസ്ഥ വായ്പകളാണ് എടുത്തതെന്ന് കാണിച്ച് ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് നിയമ നടപടി സ്വീകരിച്ചത്. ബാങ്ക് ഇടപാടുകളില്ലാത്ത കർഷകന് വ്യത്യസ്ത വായ്പകളിൽ 14 ലക്ഷത്തോളം രൂപ കുടിശ്ശികയെന്ന ബാങ്ക്. തുക അടയ്ക്കാത്ത പക്ഷം ജപ്തി ചെയ്യുമെന്ന ഉടുമ്പൻചോല സഹകരണ ആഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഇൻഡാസും ലഭിച്ചു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കാണ് ദൈവമേട് ഊരോത്തുപടവിൽ ശശി പാപ്പനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2017 നവംബർ 29 തോപ്രാംകുടി K432 നമ്പർ സഹകരണ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തു എന്നും ഇതിൽ 4,70,896 രൂപ പലിശയും ചേർത്ത് 9,70,896 രൂപ അടയ്ക്കണമെന്നും ഇതേ ദിവസം തന്നെ തോപ്രാംകുടി ബാങ്കിന്റെ കനകക്കുന്ന് ബ്രാഞ്ചിൽ നിന്നും ഇതേ ശശിപ്പാപ്പൻ 2,42,365 രൂപ ലോൺ എടുത്തെന്നും ഇതിൽ പലിശ ഇനത്തിൽ 1,71,700 രൂപയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്നും കാണിച്ചാണ് സഹകരണ ബാങ്ക് ആഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ശശിക്ക് കത്ത് കിട്ടിയത്. ഇരു വായ്പകളിൽ 14 ലക്ഷത്തോളം രൂപ ശശിപ്പാപ്പൻ അടയ്ക്കണമെന്നാണ് കത്തിൽ പറയുന്നത്. 2023 ഒക്ടോബർ 20 ശശിക്ക് 2 വായ്പകളുടെയും വ്യത്യസ്ത കത്തുകൾ ലഭിക്കുന്നത്. ഉടൻ തന്നെ ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകുവാൻ ബാങ്കിന് കഴിഞ്ഞില്ലെന്നും തന്റെ തുടർച്ചയായ അന്വേഷണത്തെ തുടർന്ന് ബാങ്ക് ജീവനക്കാരി തങ്ങൾ തന്നെ ലോൺ ക്ലോസ് ചെയ്തോളാമെന്ന് പറഞ്ഞ് ശശിയെ മടക്കി അയച്ചെന്നും ഇദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ ഈ ബാങ്ക് സംബന്ധമായ യാതൊരു നടപടികൾക്കും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടില്ല. ആർക്കും ജാമ്യം നിൽക്കുകയോ വായ്പയ്ക്ക് അപേക്ഷ വയ്ക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ മേലിൽ ഈ നടപടി സ്വീകരിച്ച് ഇങ്ങനെ വ്യാജരേഖ ചമച്ച് ഈ പണം അപഹരിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ യാതൊരു കാരണവശാലും യാതൊരു ബുക്കിലോ ഒരു പേപ്പറെ പോലും ഞാനിത് ബാങ്ക് സംബന്ധമായ ഒപ്പിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് 2 തോപ്രാംകുടി ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപയും അതിൻ്റെ പലിശ 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 9 ലക്ഷം രൂപയും അതേ ഡേറ്റിൽ തന്നെ കനകക്കുന്ന് ബാങ്കിൽ നിന്ന് 2,45,000 രൂപയും 2 ലക്ഷത്തിനടുത്ത് പലിശയും ഉൾപ്പെട്ടുകൊണ്ട് ഈ 2 ബാങ്കിലെയും കൂടെ 14.5 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടി ചോദിച്ചിരിക്കുകയാണ് അവർ. മാസങ്ങൾ കഴിഞ്ഞിട്ട് നടപടി ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കിയ ശശി നിയമ നടപടിയിലേക്ക് കടന്നു. 40 വർഷങ്ങളായി തനിക്ക് സഹകരണ ബാങ്കുകളുമായി യാതൊരു ഇടപാടുകളും ഇല്ലെന്നും തൻ്റെ ID പ്രൂഫുകളൊന്നും ബാങ്കിൽ കൊടുത്തിട്ടില്ലെന്നും ആർക്കും ഒരു ജാമ്യം പോലും നിന്നിട്ടില്ല എന്നും ശശി പറയുന്നു. എന്നാൽ ബാങ്ക് ഭരിക്കുന്ന CPMന്റെ സജീവ പ്രവർത്തകനാണ് താനെന്നും പാർട്ടി ഇടങ്ങളിൽ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് ID പ്രൂഫ് നൽകിയിട്ടുണ്ടെന്നും ശശി പറഞ്ഞു. തൻ്റെ പേരിൽ വ്യാജ വായ്പ എടുത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഈ കർഷകൻ ഉയർത്തുന്നത്. ബിജു വൈശ്യൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.